എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ പത്രങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ, ആ വാർത്തകളെ നിങ്ങളെ കാണിക്കാം. ആ വാർത്തകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കേണ്ടായ കാരണം. ഒന്ന്, ജല അതോറിറ്റിയിലെ മിനിമം പെൻഷനും കുടുംബ പെൻഷനും ഇനി മുതൽ 11,500 രൂപ. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത വായിക്കുന്നു, റബ്ബർ കർഷകർക്ക് ഇനി പെൻഷൻ ഇല്ല. ഇത് പറയുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരാശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരനും 10,000 രൂപയെങ്കിലും മിനിമം, അതായത് എത്ര പൈസയാണോ അത്രയും പൈസ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ അംഗമാണ് ഞാൻ. ഞാനാണ് ഈ വാർത്ത വായിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ആ ഒരു ആശയത്തിൻ്റെ പ്രചരണത്തിനായിട്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ. അപ്പം അന്ന് പ്രമുഖ ഇപ്പോഴത്തെ നമ്മുടെ UDF-കാരെന്ന് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ 3,000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും. LDF-കാർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ 2,500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും. അവർ അത് 1,600 കൊടുക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കൊടുത്തു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുടിശ്ശികയാണ്. അപ്പോൾ ഈ 1,600 രൂപ ആളുകൾക്ക് സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ ആളുകളാണ്, അതായത് പൊരിവെയിലും എല്ലാ കാലാവസ്ഥയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ജീവിക്കുന്ന സാധാരണ വൃദ്ധരായിട്ടുള്ള മനുഷ്യർക്കാണ് 1,600 കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, 2,500 കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 1,600 ആക്കി. 1,600 ഇപ്പോൾ കൊടുക്കാനില്ലാത്ത അവസ്ഥ, നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതി നമുക്കറിയാം, ആ അവസ്ഥ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ജല അതോറിറ്റിയിലെ മിനിമം പെൻഷൻ 11,500 രൂപ ആക്കും എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് അവർക്ക് അത് കൂടിയ പെൻഷൻ 83,400 രൂപയായിരുന്നു ഒരാൾക്ക് കൊടുത്തിരുന്ന. ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ ജല അതോറിറ്റിയിലെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ 11,500 രൂപയാക്കും. കൂടിയ പെൻഷൻ 83,500 ആക്കും. ഫാമിലി പെൻഷൻ ആണെങ്കിൽ അത് 50,040 ആക്കും. ആൾ മരണപ്പെട്ടാൽ ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള അതിന് ബാക്കി കിട്ടുന്ന പെൻഷനാണ് ഈ കുടുംബ പെൻഷൻ. അതിന് 2019 മുതൽ ഉള്ള ഒരു മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് അത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ സാമൂഹ്യ നീതി? അതിനിടയ്ക്ക് നമ്മൾ ഈ വായിക്കുന്നു, റബ്ബർ കർഷകന് ഇനി പെൻഷനില്ല. 2.5 ഏക്കർ മുതൽ 3 ഏക്കർ വരെ ഉള്ള കർഷകരാണ് റബ്ബർ. സാധാരണ ഭൂരിപക്ഷം അങ്ങനെ അല്ലാണ്ട് വലിയ തോട്ടക്കാരൊന്നുമില്ല. 2.5 ഏക്കർ, 2 ഏക്കർ, 1.5 ഏക്കർ, അതിനകത്ത് റബ്ബർ വെട്ടി ജീവിക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിലയില്ലാതെ നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ റബ്ബറിന് ചെറിയൊരു വില അനക്കം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഏപ്രിൽ 16 മുതൽ തീരുമാനമെടുത്തു, റബ്ബർ കർഷകരെ ഇനി കുത്തകകളുടെ കൂട്ടത്തിലേക്ക് ഇല്ല, സമ്പന്നരുടെ പദ്ധതിയിലേക്ക് വിടുന്നു. അവർക്ക് ഇനി പെൻഷൻ വേണ്ട. അവർക്ക് 2019 മുതലുള്ള വില സ്ഥിരതാ ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് ഉണ്ടായിരുന്നു. 2019 വരെ അതായത് 200 രൂപ തയ്ക്കാൻ വേണ്ടി, അതായത് അന്നത്തെ നാട്ടു വില എത്താന്ന് വെച്ചാൽ ആ വില അവർക്ക് വാങ്ങിക്കാം, ബാക്കിയുള്ളത് സർക്കാർ അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. ഞാനും ആ ഫണ്ടിൽ അംഗമായിരുന്നു. 2019 മുതൽ ആ ഫണ്ട് കുടിശ്ശികയാണ്, അത് കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോഴാണ് ഇപ്പോൾ ഇവരെ മാറ്റി നിർത്തുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ ഇവരെ ആയിട്ട് മാറ്റി നിർത്തുന്നത്, അവർ കർഷകരായിട്ട് അങ്ങനെയൊക്കെ മാറ്റി നിർത്തി. ഇതിനിടയ്ക്ക് പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവരുടെ ഒരു വീട് വെച്ചു, അങ്ങനെ വീടുണ്ടായി കഴിഞ്ഞാൽ അവർക്കില്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ മസ്റ്ററിംഗ് ഒരുപാട് നൂലാമാലകളുണ്ട്. അവർക്കിത് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു എളിയ സംശയത്തിലേ ഉള്ളൂ, ഈ ജല അതോറിറ്റിയിൽ ഉൾപ്പെടെ മറ്റ് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പെൻഷൻ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങിക്കുന്ന ആളുണ്ട്, 100 ലക്ഷങ്ങൾക്ക് മുകളിൽ പെൻഷൻ വാങ്ങിക്കുന്ന ആളുണ്ട്. ഇവർക്കൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സാധാരണക്കാരനൊരു 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ, 3 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവന് പെൻഷൻ കൊടുക്കാതിരിക്കാമെങ്കിൽ, ഈ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് അനേകം ഏക്കർ സ്ഥലങ്ങളും ബെൻസും BMW ഉൾപ്പെടെയുള്ള അനേകം വാഹനങ്ങളും ബഹുനില കെട്ടിടങ്ങളും ഉള്ളപ്പോൾ അവർക്ക് പിന്നെ എന്തിനു കൊടുക്കും? അവരെ ഒഴിവാക്കാൻ പാടില്ലേ? അപ്പോൾ ഒരേ ഭൂമിയിൽ ജീവിക്കുന്ന ഇപ്പം പെൻഷൻ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൃദ്ധരായി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള പണം മാത്രം മതി, അല്ലാണ്ട് അവർക്ക് പിന്നെ ആഡംബരത്തിൻ്റെ ആവശ്യമില്ല. അത് അവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മതി. സാധാരണക്കാർ മരുന്ന് മേടിക്കാനും കുഴമ്പ് മേടിക്കാനും വസ്ത്രം മേടിക്കാനും ഉള്ള പൈസയാണ് ആവശ്യം. അത് ഇല്ലാതെ, ആഹാരത്തിനുള്ള നിവൃത്തി ഇല്ലാതെ പലരും കഴുത്തുറങ്ങളിൽ അന്തി ഉറങ്ങുന്ന നമുക്ക് കാണാം. അവർക്ക് വീട് വെക്കാനുള്ള പൈസ ഇല്ലാതെ നിൽക്കുമ്പോൾ ഈ സുഖശീതളമയിൽ ജീവിച്ച്, അതായത് ജോലി മൊത്തം വലിയ കഷ്ടപ്പാടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പോലീസ് പോലെയുള്ള, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കൊണ്ടാണ് പറയുന്നത്. അവരൊക്കെ വളരെ കഷ്ടതയിൽ വളരെ ജീവിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ. അല്ലാണ്ട് വളരെയേറെ സുഖശീതളമയിൽ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നു എന്ന് പറയുന്നത്, അതിനുവേണ്ടി മാത്രം ഓഫീസിൽ വരുന്ന ആളുകൾ, പലപ്പോഴും ഓഫീസിൽ വരാതെ തന്നെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ, ഇതിനിടയ്ക്ക് കൈക്കൂലി വാങ്ങിച്ച് ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ പല സംഭവങ്ങളും കാണുന്നുണ്ട്. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ച്, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൈക്കൂലി വാങ്ങിച്ച് കണ്ടമാനം ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകൾക്കും മരിക്കുന്നത് വരെ ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നു. അവരും മരിച്ചതിന് ശേഷം അവരുടെ ഫാമിലിക്ക് പെൻഷൻ കൊടുക്കുന്നു. ആ സമയത്താണ് ജീവിതം മുഴുവൻ
ജീവിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ മക്കളെ വളർത്താൻ വേണ്ടി, തന്റെ മാതാപിതാക്കളെ വളർത്താൻ വേണ്ടി ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ സാധാരണക്കാരുടെ 1600 കൊടുക്കാനില്ല. അപ്പൊ അവർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു, 2000 കോടി രൂപ കൂടി സർക്കാർ വായ്പ എടുക്കുന്നു. എന്തിനാ? ഇവർക്ക് പെൻഷൻ കൊടുക്കാനാ, ഇല്ല ഇവർക്ക് ശമ്പളം കൊടുക്കാനാ? ഈ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാർത്ത വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ 1600 ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സർക്കാർ ഇത്ര രൂപ വായ്പ എടുക്കുന്നു. എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇവരെവിടെയെങ്കിലും പട്ടി ഇടുന്നോട്ടെ, ചത്തോട്ടെ, ഇല്ല അവരുടെ മാർഗം എന്തെങ്കിലും നോക്കിയോട്ടുണ്ടോ, അല്ല എന്തെങ്കിലും ചെയ്തോട്ടെ. സർക്കാർ ഉദ്യോഗസ്ഥനോ സർക്കാർ പെൻഷൻകാർക്കോ കുറവ് വരാൻ ഇവർ സമ്മതിക്കത്തില്ല. ഒരു ഉടനെ എവിടുന്ന് വേണം വായ്പ മേടിക്കില്ല, വായ്പ കൊടുക്കാത്ത ചെയ്ത് പറയും, അതിനുള്ള ഏത് മാർഗവും നോക്കും. ഈ ഒരു അനീതിക്കെതിരെ, ഈ ഒരു തുല്യ നീതിക്കെതിരെയുള്ള നീതി നിഷേധത്തിനെതിരെ പോരാടുന്ന ഒരു സംഘടനയിൽ അംഗം എന്ന നിലയിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇനിയും ഞാൻ പറയുന്നു, ഈ 11,500 സീൽ ചെയ്യുമ്പോഴും, ഇല്ല കൂടിയ പെൻഷൻ 83,400 സീൽ ചെയ്യുമ്പോഴും, കുടുംബ പെൻഷൻ 50,040 ചെയ്യുമ്പോഴും, ഈ സാധാരണക്കാരന് ഒരു 10,000 രൂപയെങ്കിലും കുറഞ്ഞത് എല്ലാ മനുഷ്യർക്കും, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പെൻഷനർക്കും, അവനിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് റിട്ടയർഡ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നായിക്കോട്ടെ, അല്ലാതെ സൊസൈറ്റികളിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും കോർപ്പറേഷനുകളിൽ നിന്നായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ചുരുങ്ങിയത് സാധാരണ എല്ലാ മനുഷ്യനും ഇതിനിടയ്ക്ക് കൂടുതൽ ചില ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് ടാറ്റയ്ക്കും കൊടുക്കണ്ടേ, ബിർളയ്ക്കും കൊടുക്കണ്ടേ, അംബാനിക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ അവർക്കത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു സാമാന്യ മര്യാദ. ഇപ്പം തന്നെ ഗ്യാസിന് സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അത് എനിക്ക് വേണ്ടാന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ സർക്കാരിന്റെ ഈ പൈസ വേണ്ട, അതുകൂടി മറ്റേതെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചോളൂ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിൽ ഉപയോഗിച്ചോളൂ എന്ന് പറയാനുള്ള മാന്യത അവർക്കും ഉണ്ട്. അപ്പോൾ അല്ലാതെ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും, ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും എത്രയാണോ ഒരു തുല്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത്രയും പൈസ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ അഭിപ്രായവും. അതിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ബാക്കിയുള്ള ഓരോരുത്തരും ശ്രമിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.